രാജ്യത്ത് സാധാരണ വിൽക്കുന്ന E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് 20 രൂപയോളം വില കുറഞ്ഞ പുതിയ ഇന്ധനം വിപണിയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് വരാൻ പോകുന്ന ഈ വലിയ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തമാക്കിയിരിക്കുന്നത്. E85 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇന്ധനം നിലവിൽ E20 പെട്രോളിനേക്കാൾ 20 രൂപ വരെ കുറഞ്ഞ വിലയിലായിരിക്കും സർക്കാർ പമ്പുകളിൽ എത്തിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുമെങ്കിലും ഈ വിലക്കുറവിന്റെ ആനുകൂല്യം എല്ലാ വണ്ടികൾക്കും കിട്ടില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം. എന്താണ് ഈ E85 ഇന്ധനം എന്നതും ആർക്കൊക്കെയാണ് ഇതിന്റെ ലാഭം കിട്ടുക എന്നും കൃത്യമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ നമ്മൾ പമ്പുകളിൽ നിന്ന് അടിക്കുന്ന പെട്രോളിൽ 20% എത്തനോൾ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ വരാൻ പോകുന്ന E85 ഇന്ധനത്തിൽ 85% വരെ എത്തനോൾ അടങ്ങിയിരിക്കും. എത്തനോളിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇതിന്റെ വില കുറയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. എന്നാൽ ഈ ഇന്ധനം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനം അതിന് അനുയോജ്യമായ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിൻ ഉള്ളതായിരിക്കണം. ഇത്തരം പ്രത്യേക വണ്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കും വില കുറഞ്ഞ ഈ ഇന്ധനം ലഭ്യമാകുക. സാധാരണ വണ്ടികളിൽ ഇത്രയും ഉയർന്ന അളവിൽ എത്തനോൾ ചേർത്ത ഇന്ധനം അടിക്കാൻ സാധിക്കില്ല. എത്തനോൾ കലർത്തിയ പെട്രോൾ അടിച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ പണിമുടക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വിപണിയിലുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും ഒരു വ്യാജ വാർത്തയാണെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി തന്നെ തറപ്പിച്ചു പറയുന്നത്. ഇത്തരം വാർത്തകൾ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതാണ്. രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി മാത്രം 1.5 കോടിയോളം വണ്ടികളാണ് ഒരു വർഷത്തിൽ സർവീസ് നടത്തുന്നത്. എത്തനോൾ കാരണം ഒരു വണ്ടിക്ക് പോലും എഞ്ചിൻ തകരാർ ഉണ്ടായതായി അവർ നമ്മളെ അറിയിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറയുന്നത്. എത്തനോൾ അടിക്കുന്നത് വഴി വണ്ടിയുടെ വാറന്റിയും ഇൻഷുറൻസും നഷ്ടപ്പെടുമെന്ന തരത്തിലുള്ള ഉപഭോക്താക്കളുടെ ആശങ്ക അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളടക്കം നടക്കുന്ന പ്രചാരണം അതെല്ലാം കേന്ദ്ര സർക്കാർ കമ്പനികളുമായി സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറയുകയാണ്. എത്തനോൾ കൂടുമ്പോൾ വണ്ടിയുടെ മൈലേജിന് നേരിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വിലയിൽ ലിറ്ററിന് 20 രൂപയോളം ലാഭം കിട്ടുമ്പോൾ മൈലേജിലെ ഈ ഒരു കുറവ് ഒരു പ്രശ്നമാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. സാങ്കേതിക വിദ്യ വളരുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത ഇന്ധനങ്ങളിലേക്ക് നമ്മൾ മാറിയേ തീരൂ. അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് എത്തനോൾ. ഇന്ത്യ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ വിദേശത്ത് നിന്ന് കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ പെട്രോൾ വില ഇതിലും എത്രയോ മുകളിൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും നമ്മുടെ കർഷകർക്കും ഇത് വലിയ ഗുണം ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. 25% എത്തനോൾ ചേർത്ത E25 പെട്രോൾ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണെന്നും നിലവിൽ ഇന്ധനവുമായി അതിന് കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് മന്ത്രി പറയുന്നത്. കാരണം ഓരോ രാജ്യം ഓരോ ചുവടുവെപ്പിലേക്ക് വരുമ്പോഴും നിർണായകമായ ഒരു മാറ്റങ്ങൾ ഓരോ മേഖലയിലും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് പെട്രോൾ മേഖലയിലടക്കം അതായത് നമുക്ക് വർഷങ്ങളോളം പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് മാത്രം ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ നമ്മൾ പെട്രോളിന്റെയും ഡീസലിന്റെയും അതിന്റെ ദൗർലഭ്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബദൽ സംവിധാനം നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി എന്നൊരു സംവിധാനം നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്.